ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ശേഷമുള്ള പല പടുകൂറ്റൻ പണ്ഡിതന്മാരും വലിയ ഇമാമികളും നല്ല മരണം വന്ന സമയത്ത് അവരോട് കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ സന്തോഷം പങ്കുവച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു വിഷയമാണ്, മരിച്ചുപോയവരെല്ലാം മരിച്ചുപോയി, നാം ചിന്തിക്കേണ്ടത് നമുക്ക് എന്ത് അനുഗ്രഹമാണ് കിട്ടേണ്ടതെന്നാ ചിന്തിക്കേണ്ടത്. പോയ ആളെ പറ്റി പറയുന്നതിന് പകരം പറഞ്ഞോളൂ, പോയ ആളെ പറ്റി മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് പറയുന്നതിലേറെ, മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നതിലേറെ സ്വന്തം നഫ്സിനെ കുറിച്ച് ചിന്തിക്കണേ എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈൻ എന്ന കിതാബിൽ മയ്യിത്തിന്റെ ബാബിൽ അവസാനമായി പറയുന്ന ഒരു ഫായിദയുണ്ട്. ഫായിദ എന്താ? ഫായിദത്ത് ഇതൊരു ഉപകാരമാണ്. അല്ലാഹു ഉപകാരമാക്കി തരട്ടെ. അന്നഹു മാത യൗമൽ ജുമുഅത്തി ഔ ലൈലതഹാ, ആരെങ്കിലും വെള്ളിയാഴ്ച പകലോ രാത്രിയോ മരണപ്പെട്ടാൽ മുഅ്മിന മിൻ അദാബിൽ ഖബരി വ ഫിത്നതി, മരണപ്പെട്ട വ്യക്തി ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന്, ഖബറിലുള്ള ഫിത്നയിൽ നിന്ന് അവർക്ക് അല്ലാഹു കാവൽ നൽകുമെത്ര ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ വെള്ളിയാഴ്ച പകലോ രാവോ എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. മഹാന്മാരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, നമ്മളൊക്കെ ദുആ ചെയ്യണം. ഹബീബായ തങ്ങൾ നല്ല ലക്ഷണം പറഞ്ഞ ഒരു കാര്യവുമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും മൻ ഖറാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ മരണം സംഭവിക്കുന്ന ഒരു രോഗത്തിൽ വെച്ചൊരാൾ 100 പ്രാവശ്യം 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ മുഅ്മിന മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ അദാബിൽ നിന്ന് അവൻ അല്ലാഹു രക്ഷ നൽകും. മാത്രവുമല്ല വബഅതതിൽ ഖബരി, ഖബറിൽ എടുക്കാറുണ്ട് സർവ്വ മുഅ്മിനീങ്ങളെയും. 100 പ്രാവശ്യം ഇഖ്ലാസ് ഓതിയ വ്യക്തിയെ ആ രോഗത്തിൽ വെച്ചവൻ മരണപ്പെട്ടാൽ അല്ലാഹു ഒരിക്കലും ഖബറിന്റെ ഇടുക്കത്തരം കൊണ്ട് അവനെ പ്രയാസപ്പെടുത്തൂല. മറിച്ച് നോക്കി അറിയുന്നവർക്കൊക്കെ കാണാം ഈ ഇബാദത്ത് അതിലുണ്ട്. അങ്ങനെ മാത്രമല്ല വജാവദ സിറാത അലാ അജ്നിഹത്തിൽ മലായിക, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സിറാത്ത് പാലത്തിന്റെ അരികിൽ ഇവനെത്തുമ്പോ ചിറകി വച്ച് ഇവനെ സഹായിച്ച് സിറാത്ത് പാലം മറികടക്കാൻ മലക്കുകൾ ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്തിനാ പറഞ്ഞത്? നമ്മള് രോഗിയാവാം, നമ്മുടെ വീട്ടിൽ പല രോഗികളുണ്ടാവാം. ഏത് രോഗത്തിലാ ഏത് മുഅ്മിനാ മരണപ്പെടുക എന്നറിയില്ല. രോഗിയാണോ ഒത്തു മുഅ്മിനീങ്ങളെ നമ്മളോ ഖുൽ ഹുവല്ലാഹു അഹദ് 100 തവണ. ഉമ്മയാണോ പെങ്ങളാണോ മക്കളാണോ മാതാപിതാക്കളാണോ അയൽവാസികളാണോ സ്നേഹിക്കുന്നവരാണോ രോഗിയായാൽ രോഗ സന്ദർശനം വലിയ സുന്നത്താണ്. സന്ദർശിക്കുമ്പോൾ ഒരു സമ്മാനം കൊടുക്കാം. മഖ്ദൂം തങ്ങൾ പറഞ്ഞ ഫായിദ നമുക്ക് അവർക്ക് കൊടുക്കാം. 100 വട്ടം പറഞ്ഞ ആൾക്ക് പറഞ്ഞ കൂടി ഓതിയ ആൾക്ക് അതിലേറെ വലിയ അനുഗ്രഹം. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. രോഗികളോടൊക്കെ കാണാൻ പോകുമ്പോൾ ഈ വിഷയമൊന്ന് പറഞ്ഞു കൊടുക്കണം. തുടർന്ന് മൂന്നാമതൊരു കാര്യം മഖ്ദൂം തങ്ങൾ പറയുക, മൻ ഖറഅ, ഒരാള് ഓതിയാൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം മീനിന്റെ വയറ്റിൽ നിന്ന് ചൊല്ലിയ ദിക്റാണിതെന്ന് സൂറത്ത് യൂനുസിൽ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വന്ന ദിക്റാണ് ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. ഒരാൾ 40 തവണ ഒരു ദിവസം രോഗത്തിൽ കിടന്ന് ചൊല്ലിയാൽ കുതിബ ലഹു അജ്റു ശഹീദ്, നുഹദാക്കളുടെ പ്രതിഫലം അവർക്ക് നൽകപ്പെടുമെന്നാണ്. ഇനി അഥവാ ആ രോഗത്തിൽ അവൻ മരണപ്പെട്ടില്ല, അതൊന്നങ്ങ് പറയാം, അവനെങ്ങാനും ആ രോഗത്തിൽ നിന്ന് ഭേദം പ്രാപിച്ച ആരോഗ്യവാനായാൽ അവൻ സർവ്വ പാപവും പൊറുക്കപ്പെട്ട വ്യക്തിയായ ആ രോഗത്തിൽ നിന്ന് വിരമിക്കാം. 3 ഫായിദ. അല്ലാഹു തൗഫീഖ്. ജീവിതത്തിൽ
സ്വീകരിക്കട്ടെ. പറഞ്ഞു കൊടുക്കണം വീട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, പേടിക്കണം. അവസാനം എങ്ങനെയാണ് എന്റെ ആദ്യവത്ത് ഉണ്ടാവുക എന്ന് നാം പേടിക്കണം, പ്രാർത്ഥിക്കണം റബ്ബിനോട് ഹുസ്നുൽ ഖാത്തിമയ്ക്ക് വേണ്ടി. അവസാനം നന്നായി മരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. കലിമ ചൊല്ലി ശുദ്ധിയോടുകൂടെ, മുന്നറിയിപ്പോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് മരണപ്പെട്ട പലരെയും നമുക്കറിയാം. അതേപോലെ നമുക്കും നല്ല രീതിയിൽ റബ്ബിലേക്ക് എത്തണം. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മളാരും ഇവിടെ ഉണ്ടാവില്ല. നമ്മളെ പോലെ ഒരുമിച്ച് കൂടിയ 100 വർഷം അപ്പുറത്തേക്ക് നോക്കിയ അന്ന് ഈ മജ്‌ലിസിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ, 50 കൊല്ലം കഴിഞ്ഞാൽ അപ്പോൾ ഒരു മജ്‌ലിസ് ഉണ്ടാവും. അത് നമ്മളാരും നമ്മളൊക്കെ ആഖിറത്ത് നന്നാക്കി തരട്ടെ. നല്ല മരണം, മരിച്ച് മയ്യത്തായി കിടക്കുമ്പോ ചുറ്റും നിൽക്കുന്ന ആളുകൾ പറയണം, ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ പ്രയാസപ്പെടുത്താത്ത വ്യക്തിയാണ് ഈ കിടക്കുന്നത്. ഭാര്യ പറയണം, എന്റെ ഭർത്താവിനെ പോലെ എനിക്ക് ഉപകാരം കിട്ടിയ, എന്നെ സന്തോഷിപ്പിച്ച, എന്നെ കെയർ ചെയ്ത ഒരാളും ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല. എല്ലാവരുടെ അടുത്തും സർട്ടിഫിക്കറ്റ് വാങ്ങണം. എന്ന് എന്തുണ്ടാവും? ആ ഹിസാബിന്റെ അടുത്തെത്തിയാൽ പരാതിയും പറഞ്ഞ ആരും വരൂല, ഒരാളും വരാൻ ഉണ്ടാകരുത്. അതന്നെ നമ്മളെ ജീവിതം. അതിന് അല്ലാഹുവിന്റെ ജീവിതത്തിന് പരിവർത്തനപ്പെടുത്താൻ, ക്രമീകരിക്കാൻ, പാകപ്പെടുത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ്